വെൽക്കം ബാക്ക്. ഇറ്റ്സ് എ 3J ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്താകുന്ന പോകുന്ന പ്ലേസ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണോ അല്ലെങ്കിൽ ഒരു വ്യൂ പോയിന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് യെസും നോയും പറയേണ്ടി വരും. എന്തായാലും സംസാരിച്ച സമയങ്ങളിലാണ് നമുക്ക് എന്തായാലും നമ്മുടെ പ്ലേസിലേക്ക് ഗൈസ്. ഇതാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലേസിൻ്റെ എൻട്രൻസ്. എല്ലാവർക്കും മനസ്സിലായി കാണും. അതെ, അരുവിപ്പുറത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അരുവിപ്പുറം എന്ന് പറയുമ്പോൾ ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ പ്ലേസാണ് ഇത്. അദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിൻ്റെ, അരുവിപ്പുറം ശിവക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് അകത്ത കാഴ്ചകൾ കാണാം. ഗൈസ്, നമ്മൾ ഇതിൻ്റെ എൻട്രൻസ് കടന്ന് അകത്തെത്തിയിരിക്കുകയാണ്. അകത്തെത്തുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് ഈ വലിയ പ്ലാവാണ്. ഒത്തിരി ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു പ്ലാവാണ് ഇത്. നിസ്സാരക്കാരനല്ല. അതിൽ കൽപ്പലകം കാണുന്നുണ്ടെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും, ഈ വൃക്ഷഛായയിലാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം, അതായത് ഇന്നത്തെ SNDPയുടെ ഉത്ഭവം. ശ്രീനാരായണ ഗുരുവും മറ്റുള്ളവരും ചേർന്ന് നമ്മുടെ SNDPയുടെ ആദ്യത്തെ ചർച്ചകളെല്ലാം നടത്തിയത് ഈ പ്ലാവിൻ്റെ ചുവട്ടിലിരുന്നായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ്, പലരും വിചാരിക്കുന്നുണ്ട് ഇതാണ് അമ്മച്ചിപ്ലാവെന്ന്. ബട്ട് ഇതല്ല അമ്മച്ചിപ്ലാവ്. അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പോൾ നമുക്ക് മറ്റു കാഴ്ചകളിലേക്ക്. ഗൈസ്, ശ്രീനാരായണ ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയതിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ബഹുമാനപൂർവ്വം ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടുത്തെ ഒരു അന്തരീക്ഷത്തിന്, കാറ്റിന് പോലും ഒരു എന്താ പറയേണ്ട, ഒരു ആത്മീയ ചൈതന്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്, അതിനുപരി ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. സൗത്ത് കേരളയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആളും തിരക്കും ഈ സമയം ഇല്ലെന്നേ ഉള്ളൂ. ശിവഗിരി തീർത്ഥാടന സമയത്ത് ഇവിടെ അരുവിപ്പുറത്തും ആളുകൾ വന്ന് സന്ദർശിച്ചിട്ടേ പോകാറുള്ളൂ. അപ്പോഴത്തെ ഇവിടുത്തെ ജനസാഗരം നൂറുകണക്കിനോ പതിനായിരക്കണക്കിനോ നമുക്ക് ചിലപ്പോൾ കണക്കെടുക്കാൻ പോലും പറ്റത്തില്ല. അത്രത്തോളം ഇവിടെ തിരക്കായിരിക്കും. കാരണം അവിടെ വരുന്നവർ ഇവിടെ ഒന്ന് സന്ദർശിച്ചിട്ടേ പോകാറുള്ളൂ. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള മറ്റൊരു പ്ലേസിലാണ്. കാരണം ഈ കടവിൽ നമ്മളിപ്പോൾ കാണുന്ന നെയ്യാറിൻ്റെ തീരത്താണ്. ഈ പ്ലേസിന് ശങ്കരൻകുഴി എന്ന് പറയാറുണ്ട്. കാരണം ഈ ശങ്കരൻകുഴി എന്ന് പറയുന്ന ഈ കടവിൽ നിന്നിട്ടാണ് ശ്രീനാരായണ ഗുരു പുലർച്ചെ 3 മണിക്ക് ശിവലിംഗം എടുത്ത് ഭഗവാന്റെ ജന്മദിനമായ ചതയം ദിനത്തിൽ പ്രതിഷ്ഠ നടത്തിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1888 ഇദ്ദേഹത്തിൻ്റെ ശിവപ്രതിഷ്ഠ. അദ്ദേഹത്തിൻ്റെ ശിവപ്രതിഷ്ഠ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള മറ്റു 2-3 പ്രതിഷ്ഠകൾ കൂടെ വേറെയുണ്ട്. അത് ശിവഗിരിയിലുള്ള ശാരദാ പ്രതിഷ്ഠയും കാരമുക്കിൽ സ്ഥിതി ചെയ്യുന്ന ദീപപ്രതിഷ്ഠയുമാണ്. അതെല്ലാം ഭയങ്കര ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസസ് ആണ്. സാധിക്കുന്ന എല്ലാ വ്യൂവേഴ്സും പറ്റുമെങ്കിൽ ചെന്ന് കാണണം. പിന്നെ മറ്റു പ്ലേസുകളിലുള്ളതുപോലെ നോയ്സ് ഉണ്ടാക്കരുത്. കാരണം അതിവിടുത്തെ ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ ചിലപ്പോൾ ബാധിച്ചെന്നിരിക്കും. കാരണം അത്രയ്ക്കൊരു ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോയ്സ് ഉണ്ടാക്കാൻ തോന്നത്തില്ല. അത് ഈ പ്ലേസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ പ്രകൃതി തന്നെ അണിഞ്ഞു നൽകിയൊരു സൗന്ദര്യം ഈ പ്ലേസിനുണ്ട്. കാരണം ഇതിൻ്റെ തീരത്തൂടി ഒഴുകുന്ന നെയ്യാറിൻ്റെ കുത്തൊഴുക്ക് ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യത്തെ തന്നെ മാറ്റിമറിക്കുന്നതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ സ്ഥാപിച്ച മഠമുണ്ട്, വിദ്യാലയം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ വിദ്യാലയത്തിൽ ആദ്യത്തെ അധ്യാപകർ കുമാരനാശാനും നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ ശിഷ്യനായിരുന്ന ശിവലിംഗദാസ സ്വാമികളുമാണ്. ആദ്യം അദ്ദേഹം സ്ഥാപിച്ചത് സംസ്കൃത വിദ്യാലയമാണ്. നെയ്യാറിൻ്റെ ഈ കുത്തൊഴുക്ക് ഈ പ്രദേശത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. നമ്മുടെ ശ്രീനാരായണ ഗുരു സ്നാനം ചെയ്തിരുന്നത് നെയ്യാറിൻ്റെ ഈ ഭാഗത്ത് നിന്നൊക്കെയാണ്. അത് ഈ പ്രദേശത്തിന് ഒരു പ്രത്യേക ആത്മീയ അനുഭൂതി തന്നെ കൊടുക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പാദസ്പർശം പതിയുക എന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ ഈ നെയ്യാറിൻ്റെ ഭാഗത്തെന്നല്ല, നല്ല ഒഴുക്കുള്ള സമയമാണ്. ഒരുപാട് ചുഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അപകടം നിറഞ്ഞതാണ്. പക്ഷെ അതിൻ്റെ ഒഴുക്കിൻ്റെ ഭംഗി
വ്യൂവേഴ്സിനെ ഒത്തിരി ആകർഷിക്കുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ കോമ്പൗണ്ടിനകത്തുള്ള അത്യാവശ്യം കാഴ്ചകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ അദ്ദേഹം തപസ്സനുഷ്ഠിച്ചിരുന്ന 2 ഗുഹകൾ കാണാനുണ്ട്. ഒന്ന് കുന്നിൻ്റെ മുകളിലും ഒന്ന് അരുവിക്കരയിലുമാണ്. മറ്റു ഒത്തിരി കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. എന്തായാലും പോയി കാണാൻ വരും. അരുവിപ്പുറത്തെ മറ്റൊരു ഈശ്വര സാന്നിധ്യമാണ് ഭൈരവൻ ശാന്തികം. ശ്രീനാരായണ ഗുരുഭക്തിയുടെ ഒരു മൂർത്തി രൂപം തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ശിവലിംഗത്തിൻ്റെ മാതൃകയിലാണ് സമാധി നിർമ്മിച്ചിരിക്കുന്നത്. മുൻപൊക്കെ ഇദ്ദേഹത്തിൻ്റെ ധ്വനി കേട്ടാണ് അരുവിപ്പുറം ഉണർന്നിരുന്നത് തന്നെ. ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെയ്യാറിൻ്റെ തീരത്തുള്ള ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ചിരുന്ന ഗുഹയാണ്. ഇവിടുത്തെ പ്രകൃതി രമണീയത അത് എല്ലാ വിസിറ്റേഴ്സിനെയും ആകർഷിക്കുന്ന ഒന്നാണ്. അതുപോലെ ഗുരു തപസ്സനുഷ്ഠിച്ചിരുന്ന മറ്റൊരു ഗുഹ ഇവിടെ അടുത്ത് തന്നെയാണ്. കൊടുതൂക്കി മല എന്ന് പറയുന്ന ആ മലയുടെ ടോപ്പിലാണ്. അവിടെ നിന്ന് കാണുന്ന വിഷ്വൽ എന്ന് പറയുന്നതിന് മറ്റൊരു പ്രകൃതി സൗന്ദര്യത്തിൻ്റെ മറ്റൊരു തലത്തിലേക്കാണ് ആ വിഷ്വൽ നമ്മളെ കൊണ്ടുപോകുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഗൈസ്, ഈ കൽപ്പടവുകൾ കാണുന്നുണ്ടോ? ഇത് കൊടുതൂക്കി മലയിലേക്ക് നമുക്ക് എത്താനുള്ള സ്റ്റെപ്സാണ്. ഞാൻ പറഞ്ഞിരുന്നു മറ്റൊരു റൂട്ട് കൂടെ ഉണ്ട്. അത് കാറൊക്കെ അങ്ങ് ടോപ്പിലെത്തും, ടോപ്പ് വരെ കാറെത്തും. ഇതിപ്പോൾ കാൽനട യാത്രക്കാർക്ക് പോകാനുള്ളതാണ്. അവിടെ എന്താ പറയണ്ടേ, നമുക്ക് അങ്ങോട്ടുള്ള വിഷ്വൽ ഒന്ന് പോയി കാണാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊടുതൂക്കി മലയിൽ നിന്നുള്ള വിഷ്വലാണ്. നമ്മളിവിടെ നിന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് കടൽ തീരം വരെ കാണാം. നമ്മുടെ ഈ ക്യാമറയിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം അത് എത്തുന്നു എന്ന് അറിയത്തില്ല. ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇച്ചിരി വിഷമത്തിലാണ്. ആക്ച്വലി ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ടോപ്പിലെത്തിയിട്ടും, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊടുതൂക്കി മലയുടെ ടോപ്പിലാണ്. അപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയിട്ടും ആ ഗുഹ കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം താഴേക്കുള്ള സ്റ്റെപ്സുള്ള ഭാഗത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. കോവിഡ് ഇഷ്യൂ ആയപ്പോൾ പൂട്ടിയതാണെന്ന് തോന്നുന്നു. ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല. സോ ഇവിടെ നിന്ന് ഏകദേശം 90 മീറ്റർ നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഗുഹ കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ എന്താ പറയണ്ടേ, ക്ലോസ്ഡ് ആണ്. സാരമില്ല, ഓപ്പൺ ആവുന്ന മറ്റൊരു ദിവസം വന്ന് ഞങ്ങൾ ഈ ഗുഹയുടെ വീഡിയോ നിങ്ങൾക്കെടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ മറ്റൊരു ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭയങ്കരപ്പെട്ടൊരു വ്യൂ ഉണ്ട്. അത് നമുക്ക് താഴെ സ്റ്റെപ്സിൽ ഇറങ്ങി നിന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. കാരണം ഇപ്പോൾ മരങ്ങളൊക്കെ വളർന്ന് നിൽക്കുന്നത് കൊണ്ട് ഇവിടെ നിന്നും കൊണ്ട് ആ ഒരു വിഷൻ കിട്ടുന്നില്ല. അപ്പോൾ താഴെ നിന്നിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ താഴേക്ക് നമുക്ക് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ആ ഒരു വിഷ്വല് കിട്ടുമായിരുന്നു. ഗൈസ്, ഇവിടെ മറ്റൊരു പ്രത്യേകതയാണ് കിണ്ണിക്കിണർ. അരുവിപ്പുറത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. നമ്മുടെ കൊടുതൂക്കി മലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അതും ക്ലോസ്ഡ് ആണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കൽപ്പലകം നിങ്ങൾ കാണുന്നുണ്ടോ? ഈ കൽപ്പലകം ഗുരു രചിച്ച വേദാന്ത സൂത്രമാണ് ഈ കൽപ്പലകത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത്. ഗൈസ്, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.